ഹറാമിന്റെ നോട്ടം നോക്കുന്ന നീ ഇങ്ങനെ വല്ലതും കണ്ട അസ്തഗ്ഫിറുല്ലാഹ് അങ്ങോട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്ര. ഞങ്ങളെന്ന് പറയുമ്പോൾ ഇതുവരെ ഞാൻ ഒറ്റക്കായിരുന്നു, സോളോ ആയിട്ടായിരുന്നു യാത്ര പോകാറുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളെ രണ്ടുപേരും കൂടി ആദ്യമായിട്ട് പോകുന്നൊരു കപ്പിൾ യാത്രയാണ്. ഇതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിയറ്റ്നാം ആയിരുന്നു. വിയറ്റ്നാമിലേക്ക് ഇന്ത്യക്കാർക്ക് EVC ആണ് വേണ്ടത്. അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്റെ പ്രൊഫൈലിൽ ചെയ്തിട്ടുണ്ട്. ഇവർ നമ്മൾ പോകുന്നത് കൊച്ചിയിൽ നിന്നാണ്. വിയറ്റ്നാമിന്റെ തന്നെ സ്വന്തം എയർലൈൻസ് ആയ വിയറ്റ്ജെറ്റിലാണ് നമ്മൾ പോകുന്നത്. വളരെ ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹാൻഡ് ലഗേജ് മാത്രമുള്ള ടിക്കറ്റ്സിന് അറൌണ്ട് 7,000 മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ ഹോച്ചിമിനിലേക്ക് ലാൻഡ് ചെയ്ത് 5.5 മണിക്കൂർ ജേർണി ഉണ്ട്. ഹോച്ചിമിൻ എയർപോർട്ടിൽ എത്തിയിട്ട് വിസ കാണിച്ചു കൊടുത്തതോടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് വേണ്ടത് ഇനി സിം കാർഡും കറൻസി ചേഞ്ച് ചെയ്യലുമാണ്. സിം കാർഡിന് $11 കൊടുത്തിട്ട് ഞാൻ വിയറ്റിന്റെ ഒരു ഈ സിം കാർഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കറൻസി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളിവിടെ കറൻസി മാറ്റി കഴിഞ്ഞാൽ ലക്ഷപ്രഭുക്കളാവും. ഇന്ത്യയുടെ $1 തന്നെ വിയറ്റ്നാമിന്റെ 304 വിയറ്റ്നാമീസ് ഡോങ് ആണ് വരുന്നത്. അങ്ങനെ ഏകദേശം $150 മാറ്റി ഡോളർ കൊണ്ടുവരുന്നതാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ്. പിന്നീട് ഇവിടെ എന്താവശ്യത്തിനും ഫുഡ് ഓർഡർ ചെയ്യാനാവട്ടെ ടാക്സിക്കാവട്ടെ ഇവിടെ ഗ്രാബ് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നേരിട്ട് ഗ്രാബും ബുക്ക് ചെയ്ത് എന്റെ ഹോട്ടലിലേക്ക് പോയി. ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് തൊട്ടടുത്തുള്ള ആദ്യം തന്നെ നമ്മളൊരു ബെൻതാൻ മാർക്കറ്റിലേക്കാണ് പോയത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഇവിടെ കിട്ടുന്നു പറയുന്നത് പോലെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വില പേശാൻ അറിയില്ലെങ്കിൽ നാട്ടിലേക്കാളും വില കൊടുക്കേണ്ടി വരും. അങ്ങനെ അവർ പറഞ്ഞ പ്രൈസിനോടൊക്കെ നമ്മൾ നെഗോഷിയേറ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ ഇവിടുത്തെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് സുവനീറും കാര്യങ്ങളും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തിറങ്ങി ഒരു കരിക്കൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഒരു ഗ്രൂപ്പ് ടൂറിന് കയറി. ഈ വാനിൽ ഞങ്ങൾ പോകുന്നത് കൂച്ചി ടണൽ കാണാൻ വേണ്ടിയിട്ടാണ്. കൂച്ചി ടണൽ എന്ന് പറയുന്നത് വിയറ്റ്നാമീസിന്റെ ചരിത്രത്തിലെ മറക്കാനാവാത്ത പോരാട്ടങ്ങളിൽ ഒന്നാണ്. USA ഇവിടെ നിന്ന് തുരത്തിയത് അവർ ഈ ടണൽ വഴിയുള്ള യുദ്ധത്തിലൂടെ ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം. ഇതുപോലെ അന്നത്തെ ബങ്കറിനുള്ളിൽ കയറുകയും അതിനുള്ളിലൂടെയൊക്കെ നടക്കുകയും ഫോട്ടോസ് എടുക്കുകയും അന്നത്തെ അവരുടെ പോരാട്ടങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. HT ട്രാവൽസ് എന്നുള്ളൊരു ഗ്രൂപ്പ് മുഖാന്തരമായിരുന്നു ഞാൻ പോയത്. ഒരാൾക്ക് $15 കോസ്റ്റ്. തിരിച്ചവർ നമ്മളെ ഹോട്ടലിൽ തന്നെ കൊണ്ടുവിട്ടു തരും. ഇവിടെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത 2 ഫുഡ് ഐറ്റംസ് ആണ് സാൻഡ്വിച്ച് രൂപത്തിൽ വരുന്ന ഈ ഒരു ബൻമി എന്നുള്ളതും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഭക്ഷണമായ ഫോ. ഈ 2 ഭക്ഷണങ്ങളും ട്രൈ ചെയ്തതിനു ശേഷം ഞങ്ങൾ നൈറ്റ് വാക്കിന് വേണ്ടി പോയത് ബുയ് വേൻ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. തായ്ലൻഡിലൊക്കെ നമ്മൾ റീൽസിൽ കാണുന്നത് പോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് DJ മ്യൂസിക്കും പാട്ടുകളും ആവാലവൃദ്ധം ജനങ്ങളും അടക്കമുള്ള ഒരു വലിയ സ്ട്രീറ്റ് ആൻഡ് മ്യൂസിക് ആയിരുന്നു കേട്ടോ. ഇതിനെപ്പറ്റി എന്താണ് അവൾക്ക് പറയാനുള്ളത് നിങ്ങൾ തന്നെ കേട്ട് നോക്കൂ. നിങ്ങൾ ഒറ്റക്ക് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും നിങ്ങളുടെ ഹസ്ബൻഡ്സിന് ഒരിക്കലും പറഞ്ഞേക്കരുത്. വിയറ്റ്നാമിൽ ഞങ്ങൾ ഏകദേശം 6 ദിവസമുണ്ട്. ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ ഇതുപോലെ ഒരു ഡെയിലി സീരീസ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. വിയറ്റ്നാമിലെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്തോളൂ. ഇതിന്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ യൂട്യൂബിൽ ഇടുന്നതാണ്. സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഫോർ മോർ ട്രാവൽ ടിപ്സ്.